3 എപ്പാക്കിക്ക് പഠിക്കും. താലിക്കുരുത്തോല പേലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടി മാതിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ പന്തു വേണോ ഒരു പന്തു വേണോ. ഓക്കെ, ഇപ്പൊ നല്ല സൗണ്ടിങ്. അനുവല്യം കൂടെ ഒന്ന് പാടിക്കേ. ഈ മയിലാടും കുന്നു മറന്നേ പോയോ അന്ന് കിള്ളിയും കാട്ടിലൊളിച്ചു കളിച്ചതും കളിവീട് വെച്ചതും കറി വച്ചുണ്ടതും മറന്നു പോയോ. മോളീ മറന്നുപോയോ മാത്രം ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഒന്ന് കേട്ടോണേ. നമ്മൾ ശരിക്കും പാടിയപ്പോഴും 2 പ്രാവശ്യം മറന്നുപോയതോ സ്ലിപ്പായി പോയി. ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. എന്താ കാര്യം എന്നറിയാം, മോടെ റേഞ്ചിലോട്ട് മോടെ വോയിസിനെ കൊണ്ടുവന്നപ്പം അതെല്ലാം കൃത്യമായി. അതിനുശേഷമുള്ള കളിവീട് വന്നെങ്കിൽ ഒന്ന് വന്നെങ്കിൽ ഈ വളയിട്ട കൈകളിൽ വാരിയെടുത്തു വച്ചു ഊഞ്ഞാലാട്ടും ഞാൻ ഊഞ്ഞാലാട്ടും ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി നന്നായിരുന്നു. നേരത്തെ വരുമ്പോഴേ ഈ ലോവർ പോർഷൻ വരുമ്പം അതിന് തോന്നി ഒരു ജസ്റ്റ് ഒരു ഷിവറിങ് പോലെ തോന്നി. നല്ല പാട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ അമ്മ പാടി ഒരു പ്രത്യേക നമുക്കൊരു ഇതല്ലേ. എന്നെ പാടി ഉറക്കിയിട്ടുണ്ട്, എന്റെ അനുജനെ, ഞങ്ങളുടെ കസിൻസിനെ, അങ്ങനെ പലരെയും. അപ്പൊ ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് ഇത് കേൾക്കുമ്പോൾ. എന്തായാലും താങ്ക് യു സോ മച്ച് ആ പാട്ടോടൊന്ന് പാടിയതിന്. വളയിട്ട കൈകളിൽ വാരിയെടുത്തു ആ ഭാഗത്താണ് കുറെ കൂടി വേറെ ഫീൽ ചെയ്തത്. ഇപ്പൊ പിച്ച് ഇപ്പൊ കൂട്ടിയപ്പോ അങ്കിൾ പറഞ്ഞു വളരെ കറക്റ്റാ. പിച്ച് ഇതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി ഈ പാട്ട് പാടാൻ മോൾക്ക്. അതെ. ചില പാട്ടുകളൊക്കെ ആ ഒറിജിനൽ പിച്ചിൽ അല്ലെങ്കിൽ മോൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതിയിൽ പാടിയാലായിരിക്കും അതിന് ആ ഒരു എഫക്ട് ഉണ്ടാവുള്ളൂ കേൾക്കുമ്പോ. ഓൾ ദി ബെസ്റ്റ് മോളെ. കുട്ടി, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ല, പക്ഷെ ഒരുപാട് പഴയ പാട്ടുകൾ നമ്മൾ എടുക്കുമ്പോഴും ഈ പാട്ടൊന്നും അങ്ങനെ എപ്പോഴും എല്ലാരും പാടാറുള്ളതല്ല. പക്ഷെ ഇനി ഇത് മറക്കൂല ഞാൻ. അത് മോളുടെ കുഞ്ഞു ശബ്ദത്തില് അന്ന് കളിയാടും കാട്ടിലൊളിച്ചു കളിച്ചതും കളിവീട് വെച്ചതും കറി വെച്ചുണ്ടതും മറന്നു പോയോ വരെ കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ബ്രത്ത് എടുത്ത് അങ്ങനെ മൊത്തം പല്ലവി തൊട്ടേ ഈ പാട്ട് അങ്ങനെ എന്തോ പന്ത് കളിക്കാരുടെ പാട്ടാന്ന് തോന്നുന്നത്. ആണ് എനിക്ക് പാട്ട് കിട്ടിയപ്പോ ഫുട്ബോൾ പ്ലെയറിന്റെ പാട്ടാണ് ഇത്. താലിക്കുരുത്തല്ലാന്ന് എനിക്ക് കിട്ടൂല. അപ്പൊ എല്ലാരും ചോദിക്കും ഏത് പാട്ടാ കിട്ടിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു പന്ത് വേണോ എന്നുള്ള പാട്ടാ കിട്ടിയത്. പന്ത് കളിക്കാരന്റെ. സാധാരണ പന്ത് കളിയെ പറ്റി ഇന്നവരെ ആരും ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വരികൾ വേറിട്ട് നിൽക്കുന്നു, മനസ്സിൽ നിന്ന് മായില്ല ഈ പാട്ട്. പ്രത്യേകിച്ച് ആ വീടും ആ വഴിയും ആ മറ്റേ തെങ്ങും പിന്നെ മോളുടെ ഈ പാട്ടും ഈ ട്യൂണും എല്ലാം കൊണ്ട് കലക്കി നല്ലൊരു ട്രീറ്റ് ആയിരുന്നു നമുക്ക്. ആർജിത കുട്ടി മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനല്ല, ആർജിത കുട്ടി തുടക്കത്തില് നല്ലൊരു ഹൈപ്പിൽ വന്നതാണ്. എന്നിട്ട് എന്തോ ഒരു ബ്ലോക്ക് എവിടെയോ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു. ആടി ഒരു പന്ത് പൂക്കുറ്റി. അപ്പൊ അർജിതോട്ടെ അപ്പൊ മാർക്കൊക്കെ കിട്ടി. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടില് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് അടിച്ചു പൊളിച്ചു വരാം. ബൈ, ഓൾ ദി ബെസ്റ്റ്. സുരഭിയും സുഹാസിനിയും